ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ കാലവർഷം കനക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും കനത്ത മഴ തന്നെ തുടരും എന്ന കാലാവസ്ഥാ കേന്ദ്ര വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ വന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ റെഡ് അലർട്ട്, അതായത് ഇന്നലെ വരെ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമാണ് എങ്കിൽ ഇത്തവണ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് ചില ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏത് ജില്ലയിലാണ് എന്നുള്ളവരും അതുപോലെ തന്നെ അവിടുത്തെ എന്താണ് മഴയുടെ കാലാവസ്ഥ, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കറിയാം, ഇന്ന് 3 ജില്ലകളിൽ അവധിയായിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും KSU പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബന്ദ് കാരണം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഒരു തരത്തിൽ പ്രാദേശികമായിട്ടുള്ള അവധിയും ഉണ്ടായിരുന്നു. എന്നാലും ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകളിലേക്ക് തന്നെ വരാം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഏറ്റവും പുതിയ കണക്ക് പ്രകാരം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2 മണിക്ക് അപ്ഡേറ്റ് ചെയ്ത പ്രകാരം 3 ജില്ലകളിൽ, വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതായത് ഇന്നലെ ഇടുക്കിയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ഇടുക്കിയിൽ വീണ്ടും റെഡ് അലർട്ട് വന്നിരിക്കുകയാണ്. വയനാട്, മലപ്പുറവും ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ മറ്റ് ജില്ലകൾ നോക്കുമ്പോൾ കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതിശക്തമായിട്ടുള്ള മഴയ്ക്കും മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് ഈ 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. താരതമ്യേന മഴ നേരിയ രീതിയിൽ മാത്രം ലഭിക്കാൻ സാധ്യതയുള്ളത്. ഈ 3 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ചേർന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന നിമിഷങ്ങളിൽ അവധിക്കുള്ള സാധ്യതകൾ ഉണ്ടാവും. ഇപ്പോഴേ ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്താണ് മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നിലവിൽ വന്നിട്ടുള്ള മഴ അലർട്ടുകൾ, അറിയിപ്പുകൾ. അപ്പോൾ അതിന് പിന്നാലെ ഈ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും സത്യത്തിൽ അവധി സാധ്യതയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പല സ്ഥലത്തെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ കളക്ടർമാർ തന്നെയാണ് അവധി പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ പരിഗണിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇടുക്കി ജില്ലയിലും പിന്നീട് വയനാടും ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ ജില്ലയ്ക്കും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കുമായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ മറക്കരുത്.